ഒരു ഓഫീസ് ഗോയിങ് മേക്കപ്പ് റുട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ മേക്കപ്പ് റുട്ടീൻ രാവിലെ തന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് വന്ന് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട് ഓഫീസിലേക്ക് പോകാൻ. പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒത്തിരി വർഷമായിട്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു മോയ്സ്ചറൈസറാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതിന് ചെറിയൊരു റേറ്റേ ഉള്ളൂ, എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കും, നല്ല പ്രോഡക്റ്റുമാണ്. എൻ്റെ സ്കിന്നിന് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രോഡക്റ്റാണ് അത്, ഒരു ജെല്ലാണ് അത്. എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്, അപ്പോൾ ഓയിലി സ്കിന്നായിട്ടുള്ള പിമ്പിൾ പ്രോൺ സ്കിന്നായിട്ടുള്ള എല്ലാവർക്കും അത് യൂസ് ചെയ്യാം. പിന്നെ സൺസ്ക്രീൻ ന്യൂട്രിഗ്ലോൻ്റെ, അതും ഒരു ബെസ്റ്റ് പ്രോഡക്റ്റാണ് ന്യൂട്രിഗ്ലോൻ്റെ സൺസ്ക്രീൻ. അതും ഓയിലി സ്കിന്നർക്ക് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് രണ്ടും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഞാൻ ഓഫീസിലാണെങ്കിൽ പോലും വെയിലൊന്നും അടിക്കുന്നില്ല, എന്നാൽ പോലും ഞാൻ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു CC ക്രീമാണ് ഉപയോഗിക്കുന്നത്. CC ക്രീം കളർ സെൻസിൻ്റെയാണ്, പക്ഷേ അണ്ടർ സ്കിന്നിനും അതുപോലെ മീഡിയം സ്കിൻ ടോണിനും ഒക്കെ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഒരു കളർ സെൻസിൻ്റെ ഈ ഒരു CC ക്രീം. എനിക്ക് ആദ്യമൊക്കെ ഉപയോഗിക്കാൻ ഒത്തിരി ഡൗട്ടായിരുന്നു, എന്തെങ്കിലും ഇങ്ങനെ സ്കിന്ന് നമ്മളത് യൂസ് ചെയ്താൽ ഇങ്ങനെ അറിയുമോ അങ്ങനെയൊക്കെ. ഫേസ് വല്ലാതൊക്കെ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടാൽ ചിലപ്പോൾ അങ്ങനെ തോന്നത്തില്ലേ നമുക്ക്. ഈ മീഡിയം സ്കിന്നിനൊക്കെ അങ്ങനത്തെ പ്രശ്നം വരുന്നത്, ഫെയർ സ്കിന്നിലൊന്നും അങ്ങനെ ഇഷ്യൂ വരാറില്ല, പക്ഷേ ഇതിനതൊന്നും പ്രശ്നമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ സാധാ നമ്മുടെ പൗഡർ യൂസ് ചെയ്യും, വേറെ കളർ പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല, സാധാ നോർമൽ പൗഡർ ഉപയോഗിക്കും. ഓഫീസിൽ പോകാനല്ലേ, ഇത്രയൊക്കെ മതി. അതിനുശേഷം പിന്നെ ഞാൻ ഐബ്രോ ഷേപ്പ് ചെയ്യുക. ഒരു ഐബ്രോ പെൻസിൽ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. വീഡിയോ എടുത്തിരുന്നത് കിച്ചുവാണ്. അവൻ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്രയും പ്രോഡക്റ്റൊക്കെ എല്ലാ ദിവസവും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അമ്മ സ്കൂളിൽ പോകുന്നത്, അവൻ കാണുന്നില്ലല്ലോ, ഞാൻ എന്തൊക്കെയോ ഇടുന്നതാണ്. അപ്പോൾ അവ അതൊക്കെ പറഞ്ഞ് എന്നോട് അമ്മ ഇതെല്ലാം ഇട്ടുകൊണ്ടാണ് എന്നെ സ്കൂളിൽ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ അവൻ ചോദിച്ചുകൊണ്ടൊക്കെ നിൽക്കുവാണ്. അപ്പോൾ അവനോട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഞാൻ. അവൻ ആ വീഡിയോ ഒക്കെ എടുത്ത് തന്നാൽ ഐബ്രോ ഒക്കെ അതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കും. നല്ല രസം. എനിക്ക് ഐബ്രോ ഒട്ടും ഇല്ല, അപ്പോൾ ഇത് ഫില്ല് ചെയ്യുമ്പോഴാണ് ഒരു ഐബ്രോസിൽ ഒരു ഭംഗിയൊക്കെ വരുന്നത്. പിന്നെ ഐലൈനർ, നമ്മുടെ സാധാ പഴയ ഐലൈനർ, അത് തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. എനിക്കതാണ് കംഫർട്ടബിൾ. ഇപ്പോൾ ഒരുപാട് ഐലൈനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, പക്ഷേ എനിക്കിത് വെച്ച് ഞാൻ എപ്പോഴും ഒരേ സ്റ്റൈലിൽ കണ്ണ് വരയ്ക്കുന്നത്, കണ്ണ് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും വരയ്ക്കുന്നത്. എനിക്കതാണ് എൻ്റെ കണ്ണിന് അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പക്ഷേ നല്ല ഭംഗിയായിരിക്കും, നല്ല ഐലൈനർ, എനിക്കിത് തന്നെയാണ് ഇഷ്ടം. അങ്ങനെ ഐലൈനറൊക്കെ വരച്ചു, കുറച്ച് ഷോഫൊക്കെ കാണിക്കും ഇടയ്ക്കിടയ്ക്ക്, എന്തിനാണോ എന്തോ. പിന്നെ മസ്കാരയും കളർ സെൻസിൻ്റെ തന്നെയാണ്, നല്ലൊരു മസ്കാരയാണ്. വാട്ടർ പ്രൂഫ് അല്ല, സാധാ മസ്കാര. വാട്ടർ പ്രൂഫൊക്കെ യൂസ് ചെയ്താൽ വൈകുന്നേരം വന്ന് അത് വാഷ് ചെയ്ത് കളയാൻ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നു, പക്ഷേ അത് ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ പീലിൽ നിന്നൊന്നും അത് പോവത്തില്ല. അങ്ങനെ ഞാൻ പിന്നെ നോർമൽ നമ്മുടെ സാധാ തന്നെ ഉപയോഗിച്ച്. പിന്നെ ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനർ, എൻ്റെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന, വൈകുന്നേരം വന്ന് വെറുതെ റെഡി ആയാലും എനിക്കൊന്ന് ലിപ്സ്റ്റിക്ക് ചെറുതായിട്ടൊന്ന് ഇടണം. ചിലപ്പോൾ ഞാനിപ്പോൾ ലിപ് ഗ്ലോസ്സൊക്കെ ഇടും, എന്നാലും എന്തെങ്കിലും ഒന്ന് ഇട്ടില്ലേ ഒരുമാതിരിയാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. റിമ്മൽ ലണ്ടൻ്റെ നല്ല കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനറും ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ലിപ് ലൈനറും നല്ലൊരു ഷെയ്ഡ്. എനിക്ക് ഈ ഷെയ്ഡ് മാത്രമേ ഞാനങ്ങനെ ഉപയോഗിക്കാറുള്ളൂ, വേറെ ഷെയ്ഡ് ഒന്നും ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. എപ്പോഴും ഈ ഷെയ്ഡ്. ഈ ലിപ്സ്റ്റിക്ക് എൻ്റെ എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞോളൂ, കുറേ ഉണ്ട്, തീർന്ന കുറേ ഇതിൻ്റെ പാക്കറ്റ്സും ഉണ്ട്. പിന്നെ ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്തിടും. ഹെയർ നന്നായിട്ട് കോമ്പൊക്കെ ചെയ്തിട്ട് പിന്നെ മേക്കപ്പൊക്കെ കഴിഞ്ഞ്, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു ഓഫീസ് ഗോയിങ് മേക്കപ്പ്. അപ്പോഴേക്ക് പീലി അവിടെ നിന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. പീലിക്ക് ഐലൈനർ വരയ്ക്കണം, ലിപ്സ്റ്റിക്ക് ഇടണം, പീലിക്ക് ഡെയിലി ഇതുള്ളതാണ്. പീലിക്ക് ഞാനിങ്ങനെ മേക്കപ്പൊക്കെ ഇടുന്ന കാണുമ്പം പെങ്കൊച്ചല്ലേ, അവൾക്കും പിന്നെ അതൊക്കെ ആഗ്രഹമാണ്. അവളിങ്ങനെ ഇരുന്ന് പറയും, ലിപ്സ്റ്റിക്ക് ഇട്ട് താ അമ്മ, എനിക്കും ഐലൈനർ വരച്ച് താ എന്നൊക്കെ പറയും. അപ്പോഴേക്കും ഞാൻ അവൾക്ക് ഈ കാജൽ പെൻസിൽ വെച്ചാൽ വരയ്ക്കുന്നത്. വരച്ചു. അങ്ങനെ ഞാനും പീലിയൊക്കെ റെഡിയായി, നമ്മൾ പോയിട്ട് വരാം.